നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാന്യരെ, RSSനെ കുറിച്ചും കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരു പരിധിവരെയും ആധികാരികമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ മുസ്ലിം ലീഗ് ആണ് ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന് പേരുദോഷമുണ്ടാക്കുന്നത്. അവർ സ്വയം നാറുകയും സമുദായത്തെ നാറ്റിക്കുകയും ചെയ്യണം. സാധാരണ പഴഞ്ഞുണ്ട്, നമ്മൾ നാറാനും പാടില്ല നാറ്റിക്കാനും പാടില്ല. പക്ഷെ മുസ്ലിം ലീഗ് സ്വയം നാറുന്നതോടൊപ്പം തന്നെ സമുദായത്തെ നാറ്റിക്കുകയാണ്. അതാണ് PC ജോർജൊക്കെ പറയാൻ കാരണം. അവർ ഹിന്ദു സമുദായത്തെ നാറ്റിക്കുകയും സ്വയം നാറുകയും ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടന എന്ന് പറയുന്ന RSS ആണെന്ന് ഞങ്ങളുടെ ഗ്രൂപ്പ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അതായത് ലോകത്ത് ഒരു രാജ്യത്തും വംശഹത്യക്ക് വംശം നടത്താൻ പ്രോത്സാഹിപ്പിക്കില്ല, ചെയ്യില്ല. ഇസ്രായേൽ പോലും വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി തെറ്റിദ്ധാരണ വരും. ഇസ്രായേൽ പോലും അവരുടെ രാജ്യത്ത് വംശഹത്യ നടത്തുന്നില്ല. അവർ വംശഹത്യ നടത്തുന്നത് ഗസയിലാണ്, അല്ലെങ്കിൽ പലസ്തീനിലാണ്. ഇസ്രായേൽ ഒരു വംശത്തെയും ഒരു മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയും അവർ കൊല്ലുന്നില്ല. പക്ഷേ പലസ്തീനിൽ അല്ലെങ്കിൽ ഗസയിലേക്ക് വംശഹത്യ തന്നെയാണ് നടത്തുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചോ, സംഘപരിവാർ എന്ന് പറയുന്ന ഫാസിസ്റ്റ് സംഘടന സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന് ഒരുപോലെ ജീവിച്ചു പോകുന്ന സ്വന്തം സഹോദരങ്ങളായ മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും കമ്മ്യൂണിസ്റ്റിനെയും അതിൽ വംശത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് മറ്റേ മുസ്ലിങ്ങൾ മാത്രമേ. വംശഹത്യയെ കൂടുതൽ ചെയ്യുന്നത് മുസ്ലിം സമുദായത്തെ മാത്രം. ക്രിസ്ത്യാനി അത്രയും ചെയ്തില്ല, പിന്നെ കമ്മ്യൂണിസ്റ്റ് ചെയ്തില്ല. കാരണം ഇത് രണ്ടും അപ്രസക്തമാണ്. ഇപ്പം ഇവിടെ കിടന്ന് PC ജോർജൊക്കെ എന്ത് കൊട്ടി ഘോഷിച്ചാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ ക്രിസ്ത്യൻ സമുദായം എന്ത് വെറും 2% ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് 1% പോലുമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അപ്പോൾ അതൊന്നും വിഷയമല്ല. അവർ പറയുമ്പോൾ ഒരു ഭാഷ ഒപ്പിക്കാൻ വേണ്ടി വന്നോളൂ. പക്ഷെ അവരുടെ ലക്ഷ്യം മുസ്ലിം തന്നെ. കാരണം അവർ 10-20% ഒരു രാജ്യത്ത് 20% ജനസംഖ്യ എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല, അത് ശക്തി തന്നെയാണ്. അതാണ് കാരണം. ഇതുകൊണ്ട് ടോട്ടലി നമ്മൾ സ്റ്റഡി ചെയ്താൽ സംഘപരിവാറിൻ്റെ പ്രവർത്തനം കാര്യം ഇപ്പോൾ 10 വർഷം BJP ഭരിച്ചു 14ാമത്തെ വർഷമാണെങ്കിലും ഹിന്ദു സമുദായത്തിന് കാര്യമായ ഒരു വളർച്ച ഉണ്ടായിട്ടില്ല. സംഘപരിവാറിൽപ്പെട്ട ചില വ്യക്തികൾക്ക് ചില പ്രസ്ഥാനങ്ങൾക്കൊക്കെ ചില സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടായിട്ട് അത് ഇല്ലാതെ പറയാൻ പറ്റില്ല. ഇത് തന്നെയാണ് അവസ്ഥ മുസ്ലിം ലീഗിനെ കൊണ്ട്. ഈ 100 വർഷത്തോളം മുസ്ലിം ലീഗ്, ഇന്ത്യൻ മുസ്ലിം ലീഗ്, കാരണം ഇന്ത്യൻ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ലീഗല്ല, അത് പ്രവർത്തിച്ചിട്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ വളരെ ചെറുതാണ്. ആ ലീഗ് നേതാക്കൾ ചിലവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായതിൽ സമുദായത്തിനോ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല, മറിച്ച് കോട്ടുണ്ടായിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ ഇപ്പോൾ സംഘപരിവാർ കൊട്ടിഘോഷി ഞങ്ങൾ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ പോകുന്നു, ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കോഴിക്കോട് സത്യത്തിൽ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തതിൻ്റെ റിപ്പോർട്ടേ സ്റ്റഡി ചെയ്താൽ ഹിന്ദു സമുദായം അതിൻ്റെ പേരിൽ ഇന്ത്യയിൽ വളർന്നിട്ടില്ല. അത് സത്യമാണ്, കണക്കൊത്തിരിച്ചാണ്. ഇത് തന്നെ മുസ്ലിം ലീഗിനെ കൊണ്ടും ചെയ്യുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളുടെ പ്രവൃത്തിയും ആശയമൊന്നും നമ്മൾ കുറ്റം പറഞ്ഞില്ല. ന്യൂനപക്ഷ പാർട്ടി രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് തെറ്റില്ല. പക്ഷെ അതിൽ ലോകത്തിൽ ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജാതി പാർട്ടിയാണ് ഇന്ന് മുസ്ലിം ലീഗ്. ലോകത്തിൽ പണ്ട് CH മുഹമ്മദ് സാഹിബ് ഇറ്റലിയിൽ ഒരു ക്രിസ്ത്യൻ മത പാർട്ടി ഉണ്ടായത്, അതിപ്പോൾ ഇല്ല, അത് പോയി.
അപ്പോൾ മുസ്ലിം എന്ന് പേര് മാറ്റിയിട്ട് നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് എന്നോ അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ INL ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് ഇതുപോലെ അതുപോലെ വേറെ ഏതെങ്കിലും ദേശീയ കാഴ്ചപ്പാട് പേരിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് വിജയം സുരക്ഷിതമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സമുദായത്തെ നശിപ്പിക്കും, നിങ്ങളും നശിക്കും. സ്വയം നാറുകയും ചെയ്യും, മറ്റുള്ള നാറ്റുകയും ചെയ്യും. അത് മുസ്ലിം ലീഗ് ചെയ്യരുത്. നിങ്ങളുടെ അവസ്ഥ ശരിക്കും ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ച് മറ്റുള്ള സമുദായങ്ങളുടെ മുമ്പിലോ മറ്റുള്ള പാർട്ടികളുടെ മുമ്പിലോ നിങ്ങൾക്ക് ബലം പിടിക്കാൻ പറ്റുന്നുണ്ടോ, വെല്ലുവിളിക്കാൻ പറ്റുന്നുണ്ടോ? ഇതേവരെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെട്ട് നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടോ? സമരം ചെയ്തോ അല്ലെങ്കിൽ ശക്തി കാണിച്ചോ നേടിയെടുത്തിട്ടുണ്ടോ? ഈ വിട്ടുവീഴ്ച മനോഭാവം ഭൂരിപക്ഷ സമുദായം, ക്രിസ്ത്യൻ സമുദായം അവരോട് വിട്ടുവീഴ്ച ചെയ്ത് ചെറിയൊരു ആനുകൂല്യം വാങ്ങിച്ച് നിങ്ങൾ കുറച്ച് വളർന്നു എന്നല്ലാതെ സമുദായത്തിന് വളർച്ചയുണ്ടായി. സമുദായത്തിൽ കിട്ടിയ പല ആനുകൂല്യങ്ങളും മുസ്ലിം ലീഗ് തട്ടിയെടുക്കുമെന്ന് പറയുന്നില്ല, മറ്റ് സമുദായങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. ആ പേരിൽ അവർ ക്ലിയറായി 40% അവകാശം കിട്ടണം മുസ്ലിം 10% ലീഗിന് കൊടുത്തോണ്ട് ബാക്കിയെല്ലാം അവർ കൈയടക്കിയിരിക്കുക. അതിനാണ് ലീഗിൻ്റെ പേര് മാറ്റാൻ അവർ സമ്മതിക്കാത്തത്. അതൊരു വലിയൊരു വിരോധാഭാസമാണ്, വലിയൊരു തട്ടിപ്പാണ്, ഒരു വഞ്ചനയാണ്. മറ്റ് ഇതര സമുദായ നേതാക്കളും മറ്റ് ഇതര രാഷ്ട്രീയ നേതാക്കളും മുസ്ലിം ലീഗിനോട് കാണിക്കുന്ന സ്നേഹം അതൊരു വഞ്ചനയുടെ പര്യായമാണ്, മുസ്ലിങ്ങളെ സഹായിക്കല്ല. കാരണം കൊച്ചിനെ പട്ടിണി കിടരുതെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്ത് കിട്ടുന്ന വീട് ആർക്ക് കൊടുത്ത്, കുട്ടികൾക്ക് കൊടുത്ത്. അങ്ങനെ അച്ഛൻ രോഗിയായി പണിയില്ലാതെ കുട്ടി പട്ടിണിയായപ്പോൾ അവർ ഈ നക്കാത്മിച്ച് ലീഗ് കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർ ജനസംഖ്യാനുപാതികമായ രീതിയിലാണെങ്കിൽ ഓക്കെ, അവർക്ക് ഏതാണ്ട് കിട്ടുന്നത് 10% കിട്ടിയത് മതി. ആ 20% ഉള്ളൂ. മുസ്ലിം ജനസംഖ്യ 20% ലെസ് ദാൻ 25 ലീഗ് അനുഭാഗം ലീഗ് മെമ്പർ, ബാക്കി 75 പുറത്തെടുക്കുക. അപ്പോൾ ഏതാണ്ട് നക്കാപ്പിച്ച് കിട്ടുമ്പോൾ നിങ്ങൾ അവർക്ക് കാണാം, അതുകൊണ്ട് പാർട്ടി തേട്ടണമെന്നില്ല. അപ്പം പറയുന്ന മുസ്ലിം സമുദായത്തിന് മുസ്ലിം ലീഗ് ഇത് സാധാരണ ചില വിമത ലീഗുകാരോ അല്ലെങ്കിൽ ചില മുസ്ലിം വിരോധികൾ പറയുന്നതല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനോട് യാതൊരു വിരോധമില്ല, RSSനോട് വിരോധമില്ല. പക്ഷേ മുസ്ലിം ലീഗ് ആശയം മാറ്റിയില്ല, പേര് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ നശിക്കും, പാർട്ടി നശിക്കും, അല്ലെങ്കിൽ സമുദായം നശിക്കും. അതുപോലെയാണ് RSS. സംഘപരിവാരോട് ഞങ്ങൾ നിഷ്പക്ഷമായിട്ട് സ്നേഹത്തിൽ പറയുന്നത്, നിങ്ങൾ ഈ കളിക്കുന്ന കളി മുഴുവൻ എന്തുണ്ടായിട്ടും ഹിന്ദു സമുദായത്തിന് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. കാരണം ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വ്യാപാരികൾ ഒരു സമൂഹമുണ്ട്, വ്യവസായികൾ സമൂഹമുണ്ട്. അവരെല്ലാം വലിയ അപകടത്തിലേക്കും സാമ്പത്തിക ബാധ്യതയിലേക്കും ആത്മഹത്യ പക്കത്താണ്. ഞാൻ കാണുന്ന കച്ചവടക്കാരെല്ലാം പറയുന്നുണ്ട് ഞങ്ങൾക്ക് പൂട്ടി പോകാൻ പറ്റത്തില്ല, പൂട്ടിപ്പോയി വീട്ടിലേക്ക് പോയാൽ ബാങ്കുകാരും കടക്കാരും ആ ഭാര്യയൊക്കെ അറിയും നാട്ടിൽ ഉള്ള വില പോകും. അതുകൊണ്ട് പിടിച്ച് നിൽക്കുകയാണ്. രാവിലെ വീട്ടിൽ ഇറങ്ങാമല്ലോ, എത്ര നാള് എന്തും പരിധിയില്ലേ? അത് കഴിഞ്ഞ് നീ പൊട്ടിത്തെറിക്കും. ഇനി കേരളത്തിൽ സ്ഥിതി എടുത്താൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ LICയുടെ പുതിയ കണക്ക് നിങ്ങൾക്കറിയാം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരാണും ഒരു പെണ്ണും, എൻ്റെ ശബ്ദങ്ങൾക്ക് വേറെ ആളുടെ വീട്ടിൽ ഒരാണും പെണ്ണും, ഇവർ പരസ്പരം കല്യാണം കഴിച്ചാൽ അവിടെ വീടിൻ്റെ ആവശ്യമുണ്ടോ? വീടിൻ്റെ എല്ലാം വസ്തുവിൻ്റെ എല്ലാം ആധാരങ്ങൾ ബാങ്കിലോ സൊസൈറ്റികളോ അല്ലെങ്കിൽ ബ്ലേഡ് കമ്പനിയിലോ ആണ്. ഒരു 10% പോലും ആധാരങ്ങൾ അവൻ്റെ വീട്ടിലോ ഉണ്ടെങ്കിൽ വല്ല രോഗികളോ അല്ലെങ്കിൽ മന്ദബുദ്ധികളോ ഒരു ഇടപാടും ചെയ്യാൻ പറ്റാത്തവരായിരിക്കും. അവർ വീട് ചിലപ്പോൾ കാണും. ബാക്കി എല്ലാവരുടെയും ആധാരങ്ങൾ ഇരിക്കുന്നത് ബാങ്കിലോ സൊസൈറ്റികളിലോ അല്ലെങ്കിൽ സ്വകാര്യ പണ ഇടപാട് സ്ഥാപനങ്ങളിലോ ആണ്. അപ്പോൾ നിങ്ങൾ പത്തനംതിട്ട ഭാഗം, കോട്ടയത്തിലെ ഭാഗങ്ങളിലൊന്നും വീട് ആർക്കും വേണ്ട. അവിടെയുള്ള ചെറുപ്പക്കാർ മുഴുവൻ ഇന്ത്യ വിട്ടുപോയി. ഇപ്പോൾ 80 വയസ്സ് 90 വയസ്സുള്ള പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ. രാത്രി സന്ധ്യ ആകുമ്പോൾ ലേറ്റ് കത്ത കണ്ടാൽ അറിയാം ഇവിടെ ആൾപ്പാർപ്പുണ്ടെന്ന്. അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. കാരണം 2 തള്ളയും അമ്മയും തള്ളയും അച്ഛനും ആ മുറിക്കത്തെ വെളിയിൽ കഴിഞ്ഞ് ഓടും. പറ്റുമെങ്കിൽ TV കണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കും. വേറെ എന്ത് ചെയ്യാൻ പറ്റൂര്? പുറത്ത് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ രാവിലെ നടക്കാൻ പോയി നാളെ ഒരു കോൺഗ്രസ്സായിട്ട് നടക്കാൻ വേണ്ടത് ആലപ്പുഴ കാറിടിച്ച് മരിച്ചു, വണ്ടി ഇടിച്ച് മരിച്ചു. നടക്കാനും പറ്റില്ല അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ. അങ്ങനെ അതിസങ്കീർണമാണ്. അപ്പോൾ അതുകൊണ്ട് സംഘപരിവാറിനോട് പറയുന്നത്, നിങ്ങൾ കൊട്ടിഘോഷ ഹിന്ദു രാഷ്ട്രം വന്നാൽ അല്ലെങ്കിൽ വരുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലും ഹിന്ദു സമുദായത്തിൽ വളർച്ചയോ പുരോഗതി ഉണ്ടാവില്ല. ഇന്ത്യ വളരെ അധോഗതിയിലേക്കാണ്. സാധനങ്ങൾക്ക് വില വാണം കോച്ചു പോലെ പോകണം.
ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിൽ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ എം പിയുടെ ഫണ്ട് എം പിക്കും എം എൽ എക്കൊക്കെ സ്പോൺസർ ചെയ്യുന്നവരാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. ഇത് കണ്ടില്ലേ? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ബോട്ട്ലിംഗ് പ്ലാന്റിൽ ടെസ്റ്റ് ചെയ്ത് 80 മറ്റു ടെസ്റ്റ് ചെയ്യൽ 84% 700 ഗ്രാം അല്ലെങ്കിൽ ഗ്രാമല്ല 500 ഗ്രാം ഗ്യാസ് കുറവാണ്. ഇത് ബോട്ട്ലിംഗ് പ്ലാന്റിൽ, അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കള്ളക്കച്ചവടം ചെയ്യുന്നവരല്ല. അതിൻ്റെ അർത്ഥം ഒരു ഗ്രാമിൽ ഒരു ബോട്ടിൽ 700 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര വന്ന് 12 കിലോ ഉള്ളതിനാണ് 12.2 കിലോ ഉള്ളതിനാണ് എന്നിട്ട് 1000 രൂപ വരുന്നത്. അപ്പോൾ കിലോയ്ക്ക് എത്രയായി? ഒരു കിലോയ്ക്ക് എത്രയായി? 700 ഗ്രാം എത്ര വരും? അതായത് നമ്മൾ ഈ പാൽക്കുപ്പിയിൽ പണ്ടൊക്കെ അല്ലെങ്കിൽ പാൽ നിറക്കുന്ന ഇപ്പോഴത്തെ പാക്കറ്റ്, ഒരു പാക്കിൽ 5-6 ഗ്രാം കുറഞ്ഞാൽ ആരറിയാൻ പോകുന്നുണ്ട്. പക്ഷെ 1 ലക്ഷം പാക്കറ്റ് ആകുമ്പോൾ എത്രയായി? ഇപ്പോൾ റോഡ് ടാർ ചെയ്യുന്നുണ്ട്, കിലോമീറ്ററിന് ടാർ ചെയ്യാണ്. അതിലിപ്പോൾ 12 അടിയാണ് വീതിയെങ്കിൽ അതിൽ 2 സൈഡ് 2 ഇഞ്ച് കുറഞ്ഞ് ഇത് ആരറിയാൻ പോകുന്നു? പക്ഷെ 12 കിലോമീറ്റർ ആകുമ്പോഴോ എത്ര രൂപ ലാഭം ഉണ്ടാക്കാതെ കൊണ്ട് അങ്ങനെ ഒരു കൊള്ളയാണ്. അതാണ് ഇപ്പോൾ എം പി നമ്മുടെ പ്രചരണ പോസ്റ്ററൊക്കെ വലിയ കൂറ്റൻ പോസ്റ്റർ സ്പോൺസർ ചെയ്യുന്ന കമ്പനിയാണ്, അത് ഓയിൽ കോർപ്പറേഷൻ കമ്പനിയാണ്. സാധനങ്ങളിൽ ഗ്യാസിൻ്റെ മാത്രം എല്ലാത്തിനും വില. ഇന്നിപ്പോൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ സാധനങ്ങൾ 25-30% കൂട്ടുന്നത്. പണ്ടൊക്കെ 10% കൂട്ടുന്നത്, ഇപ്പോൾ 30%. ഒരു 12 രൂപയ്ക്ക് വിറ്റുന്ന ഒരു കടി 15 രൂപയാക്കുമ്പോൾ 20% കൂടുന്നത്. പറയുമ്പോഴാണെന്ന് 3 രൂപയല്ലേ? അത് ടാറ്റയ്ക്ക് 5%, ടാറ്റ പോലുള്ള വലിയ കമ്പനികൾക്ക് 5% മറ്റെന്തെങ്കിലും ആവശ്യം ഉപയോഗിക്കാം, എസ്റ്റേറ്റ് അല്ലാതെ. പറയുമ്പോൾ 5 ചെറുത്, പക്ഷേ ടാറ്റയുടെ 5 ലക്ഷം ഹെക്ടർ എന്ന് പറഞ്ഞാൽ 13 ലക്ഷം ഏക്കറാണ്. 13 ലക്ഷം ഏക്കറിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 65,000 ഏക്കറാണ്. ഈ 65,000 ഏക്കർ അവർക്ക് പെണ്ണുപിടിക്കാനോ മറ്റെന്തിനോ റിസോർട്ടോ ടൂറിസ്റ്റോ ഒക്കെ നടത്താം. പറയുമ്പോൾ 5%. അതുപോലെ നമ്മൾ പറയും 2 ഗ്രാം അല്ലെങ്കിൽ 5 ഗ്രാം 10 ഗ്രാമാണ്. ഇവിടെ 700 ഗ്രാമാണ്, 1 കിലോ താഴെയാണ്. പക്ഷേ ലക്ഷത്തിന് ബോട്ടിലാണ് പോകുന്നത് ദിവസം. അപ്പോൾ എത്ര രൂപ വന്നു? എത്ര ലക്ഷം രൂപ കിട്ടില്ല? ആര് ചോദിക്കാൻ, ആര് പറയാൻ? ഒരു നിയമം വായിച്ചുണ്ടോ ഇന്ത്യയിൽ, കേരളത്തിൽ? കോടി രൂപയാണ് കൊടുക്കുന്നത്. എറണാകുളം പട്ടണത്തിൽ നമ്മൾ കാണാമല്ലോ, ജില്ലാ സമ്മേളനത്തിൽ വെച്ചിട്ട് ഫ്ലെക്സിൽ എത്ര 1000 രൂപയാണ് ചിലവ്. അത് കോൺഗ്രസ് ചെയ്യട്ടെ, ഞാൻ പറഞ്ഞു BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമൊന്നും ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞില്ല. കോൺഗ്രസ് ആയാലും ചെയ്യും, BJP യിലും വേണമെങ്കിൽ ചെയ്യും. അതിന് ഇപ്പോൾ ഒരു പോസ്റ്റർ വെച്ചിട്ട് പോസ്റ്ററെല്ലാം ഫ്ലെക്സെല്ലാം എടുത്ത് മാറ്റി എന്തോ ഓർഡർ ഇട്ട് ഫ്ലെക്സ് മാറ്റി. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ CPM-ൻ്റെ പരസ്യം മാത്രമേ കേരളത്തിലെങ്കിലും ഉള്ളൂ, ബാക്കി ഒന്നുമില്ല. കുറേ സിനിമ പോസ്റ്ററാണ്. ഞാൻ ചോദിക്കട്ടെ, ബാങ്ക് ഓഫ് ബറോഡ ഇപ്പോൾ ഈ റോഡിൽ വയ്ക്കുന്ന ഫ്ലെക്സ് മാറ്റം പറഞ്ഞ് കോടതിയോട് ചോദിക്കുകയാണ്. ബാങ്ക് ഓഫ് ബറോഡ എന്ന സ്ഥാപനമുണ്ട് കച്ചേരിപ്പടിയിൽ, ഗുജറാത്ത് ബറോഡ കേന്ദ്രമായിട്ട് പ്രവർത്തി. എൻ്റെ പണ്ട് സൂര്യകാന്ത് അവിടെ മാനേജർ, അതിൽ എൻ്റെ സുഹൃത്താണ്. പണ്ട് അതിന് 70-ലാണ് പറഞ്ഞത്, ഇപ്പോഴൊന്നുമില്ല. അദ്ദേഹം മരിച്ചു കാണും. അത് ഒരു കൂറ്റൻ ബോർഡ്, പിന്നെ ഏതാണ് അതിൻ്റെ ബാങ്കിൻ്റെ ഫ്രണ്ടിലാണ്, പക്ഷേ ഫുട്പാത്തിൽ വെച്ചിരിക്കുകയാണ്. കൂറ്റൻ ബോർഡാണ്, ഫ്ലെക്സല്ല ബോർഡ്. എവിടെ നമ്മുടെ കോടതി, എവിടെ നമ്മുടെ എൻ്റെയൊക്കെ ഫ്ലെക്സ് എടുത്ത് മാറ്റിയാൽ പറഞ്ഞാൽ ഇപ്പോൾ കൂടി അവന്മാർ എവിടെ ഇപ്പോൾ ഫുട്പാത്തിൽ കൂറ്റൻ ബോർഡ് വെച്ചിട്ട് ചോദ്യം ആരെങ്കിലും ഉണ്ടോ? പാവം മൊയ്തീൻ ഷാ ഒരു 10 ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കില്ല. വാസ്തവം എൻ്റെ ഫ്ലെക്സ് എടുക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്ലെക്സ് എടുക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു ഓർഡർ ചെയ്യുന്നവർ ആൾക്കാർ പറയുന്നുണ്ട്. നമ്മുടെ കൂറ്റൻ ഫ്ലെക്സുകളാണ്, മറ്റുള്ളത് ചെറിയ പോസ്റ്റർ. കാരണം ഈ ചെറു വെച്ചാൽ ശ്രദ്ധിക്കപ്പെടില്ല. നമുക്ക് അങ്ങനെ പൈസയില്ല, നമ്മളൊക്കെ പൈസ ഇല്ലാത്ത ടീമാണല്ലോ. അപ്പോൾ ഒരെണ്ണം പൈസ കൂടിയാൽ ഒരെണ്ണം ഇരുന്നാൽ അത് ഞങ്ങൾ ശ്രദ്ധിക്കും. ഇതൊരു പ്രചരണം കൂടിയാണ്, ബോധവൽക്കരണം കൂടിയാണ്. അതുകൊണ്ട് ആ ബാങ്ക് ബറോഡയുടെ ഒരു വലിയ കൂറ്റൻ ബോർഡ് ഫുട്പാത്തിൽ ദിവസങ്ങളായിരിക്കുന്നത്. പോലീസോ കോടതിയോ അല്ലെങ്കിൽ ഫ്ലെക്സ് എടുത്ത കോർപ്പറേഷനോ ശ്രദ്ധിക്കേണ്ട ചോദ്യം ചെയ്യുന്നുണ്ടോ? എന്താ അത് ചോദ്യം ബുദ്ധിമുട്ടുണ്ട്. PC ജോർജിന് ഇത്രയും നീചമായ പ്രവൃത്തി വന്നിട്ട് എന്ത് നടപടിയെടുത്തുള്ള ചോദ്യം വരുന്നുണ്ട്. അവിടെയാണ് ഞാൻ ഈ ലീഗിൻ്റെ കാര്യം പറഞ്ഞാൽ മുസ്ലിം സമുദായം ചോദിക്കുന്നത്. എവിടെ മുസ്ലിം സമുദായമേ, ലോക മുസ്ലിങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഇന്ത്യൻ മുസ്ലിം മാത്രമല്ല. 10, 60, 50, 70 ലക്ഷം പോലും ഇല്ല ഇവിടെ പലസ്തീനികൾ.
70 ലക്ഷമില്ലേ, അതിന് വളരെ കുറച്ചുള്ളൂ. അവർ അത്രയും പേര് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ അവർ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ അമേരിക്ക പോലുള്ള ആ വൻ രാഷ്ട്രങ്ങളെ മുട്ടുകുത്തിച്ചില്ലേ. ഇവിടെ ചില സംഘപരിവാറും ചില ക്രിസ്ത്യൻകളും ചില മുസ്ലിങ്ങൾ, ഒരു മുസ്ലിങ്ങളുണ്ട് മലപ്പുറത്തുകാരൻ, അവനൊക്കെ തല്ലുകൊണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്, എന്തുകൊട്ടെ. അപ്പോൾ അവരെന്താണ് ഇസ്രായേൽ പോയി ജയിച്ച് പാലസ്തീൻ പോയി എന്നാണ്, ആയിക്കോട്ടെ. മുട്ടുകുത്തി എന്നുള്ളത് നിങ്ങൾക്ക് അവർക്കെങ്കിലും അറിയാമല്ലോ. അത് അവരെ ആത്മാർത്ഥയും അവരുടെ സത്യതയും അവിശ്വാസവും എന്താണ് അവരുടെ അതിനോടുള്ള പ്രതിബദ്ധത എന്ന് പറയും. ഇവിടെ ഇന്ത്യയിലുണ്ടല്ലോ 30 കോടികളും ഉണ്ടല്ലോ, കേരളത്തിലുണ്ടല്ലോ 1.5 കോടി. ഈ ജോർജ് ഇത്രയും മോശമായി പുറത്താൻ ഈ സമുദായത്തെ മൊത്തത്തിൽ പറഞ്ഞിട്ട് കേരളത്തിലെ മുസ്ലിം സമുദായം ഒരു വിരല് അനുയായി കൂടി മീഡിയ വൺ ചെയ്യും. മീഡിയ വണ്ണ് രാജ്യദ്രോഹിയായിട്ടോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി എടുത്ത് അല്ല ചെയ്യും. ആരെങ്കിലും ഉണ്ടിയോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് നടപടി എടുത്തില്ലെങ്കിൽ പിന്നെ മന്ത്രി രാജിവെക്കരുതോ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഒരു സമാധാനമായ രീതിയിലുള്ള പ്രതിഷേധം നടത്തിക്കൂടാ? അതിനുവേണ്ടി നിങ്ങൾക്കൊരു ജാഥ അയക്കാമല്ലോ. അല്ലാത്ത എല്ലാ കാര്യത്തിലും മുസ്ലിം ഐക്യവേദിൻ്റെ ഒക്കെ താലക്കെട്ടുകാരുണ്ടല്ലോ, താടിക്കാരൊക്കെ. ഇത്രയും നീചമായി പ്രവർത്തിക്കാൻ അതിനെക്കുറിച്ച് നടപടി എടുക്കണം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് നട്ടില്ലാത്തത്, എന്ത് ധൈര്യമില്ലാത്തത്? മുസ്ലിം ലീഗ് ആകെ തകർന്നു പോയി, ഭയപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പണ്ടും അത് ഇപ്പോഴത്തെ അവർ വിധേയത്വമാണ്. കോൺഗ്രസോടെ അല്ലെങ്കിൽ മറ്റ് മുന്നോക്ക സമുദായങ്ങളിൽ വിധേയത്വം കാണിച്ച് ആ നക്കാ ബീച്ച് വാങ്ങിച്ച് അവർ നിൽക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മുസ്ലിം എന്ന പേര് എന്ന് മാറ്റുന്നോ അന്നേ ആ സമുദായത്തിൽ ഇനി പ്രതീക്ഷ വകയുള്ളൂ. അവർ മാറ്റാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ബുദ്ധി വേണം, ചിന്ത വേണം, അല്ലെങ്കിൽ മറ്റേ കൂടെ നിൽക്കുന്നത് പറയണം. ഇല്ല, അതുപോലെ സംഘപരിവാർ. എങ്ങനെയാണ് ഒരു രാജ്യത്തിൽ വളർന്ന സഹോദരങ്ങളെ പേര് നോക്കി കൊല്ലുക, അകാരണമായിട്ട് കൊല്ലുക? എന്ത് നീതിയാണത്? ലോകത്ത് ഏത് രാജ്യത്തിലുണ്ട് അങ്ങനെ സംഭവം? ഒരു രാജ്യത്തില്ല. ഞാൻ ഇസ്രായേലിൻ്റെ കാര്യം പറഞ്ഞു. ഇസ്രായേൽ വംശത്തെ ചെയ്യുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷെ അത് ഇസ്രായേൽ അവൻ്റെ രാജ്യത്തല്ല. ഇതൊക്കെ ബുദ്ധിയല്ലേ, ഇത് ഫിലോസഫിയാണ്, ഇത് ശാസ്ത്രമാണ്, ഇത് മനഃശാസ്ത്രമാണോ? ആരോടെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ വെല്ലുവിളിക്ക്, ചോദിക്ക്. ഇസ്രായേൽ വംശത്തിൽ എല്ലാവരും പറഞ്ഞിട്ട് ഒരു പരിധി ശരിയാണ്. അത് പക്ഷെ അത് പലസ്തീനാണ്, സ്വന്തം രാജ്യത്തല്ല. ഇന്ത്യ ചെയ്യുന്നത്, സംഘപരിവാർ ചെയ്യുന്നത് സ്വന്തം രാജ്യത്താണ്. നിങ്ങൾ പോയി പാകിസ്ഥാനിൽ പോയി വംശത്തെയാണെങ്കിൽ ഒക്കെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോയി മനസ്സിലാക്കാം. അത് അന്യരാജ്യമാണ്. ഇത് സ്വന്തം രാജ്യത്തെ സഹോദരങ്ങളല്ലേ അകാരണമായിട്ട് കൊല്ലുന്നത്? എന്ത് ന്യായമുണ്ട്? ജനം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും പോലും വളരെ വരയിടാണെന്നേ. അത് മോഡിജിക്ക് അല്പം മനസ്സിലാക്കി തുടങ്ങി. അത് ആദ്യം ദൈവാവതാരമാണ്, ജൈവാവതാരം അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മനുഷ്യനാണ്, തെറ്റ് സംഭവിക്കുക അതിലിപ്പോൾ പറഞ്ഞു തുടങ്ങി. അവർ കണക്ക് തെറ്റിയിട്ടുണ്ട്, കണക്ക് തെറ്റുന്നുണ്ട്, തെറ്റിക്കൊണ്ടിരിക്കുക. തെറ്റുമല്ലോ. പലസ്തീനിൽ ഗസയിലെ കുട്ടികളെ അകാരണമായിട്ട് വംശത്തെ എതിപ്പോൾ പ്രകൃതി ഒന്നുണ്ട് സാർ. അത് നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ പ്രകൃതി എന്ന് പറഞ്ഞോ, അതുകൊണ്ട് അസത്യമാണത്. ആ പ്രകൃതി കാത്തിരിക്കില്ല. അമേരിക്കയിൽ തീപിടുത്തം, നിങ്ങൾക്ക് പറയാം അത് ദൈവമൊന്നുമല്ല, അത് പ്രകൃതിക്ഷോഭം വഹിക്കാം. ആ പ്രകൃതിയാണ് ഈ പറയുന്നത്. നിങ്ങൾ ദൈവം എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എതിർക്കുമ്പോൾ നമ്മളെക്കാൾ ശക്തിയുള്ളവരായിട്ട് വേണമെന്ന് ഒരു ആധുനിക മനഃശാസ്ത്രം പറയുന്നുണ്ട്, മോഡേൺ സൈക്കോളജി. ഇത് സൈക്കോളജി ഉള്ള ആൾക്കാരില്ല, സത്യമാണത്. നിങ്ങൾ എതിർക്കുമ്പോൾ നിങ്ങളെക്കാൾ ഒപ്പമോ നിങ്ങളെക്കാൾ മുകളിലുള്ള ശത്രുവിനെ എതിർക്കാവൂ. നിങ്ങൾ താഴെയുള്ള ശത്രുവിനെ നിങ്ങൾ ആകുമ്പോൾ 48 മുതലായിട്ട് ഫലസ്തീൻ പ്രശ്നത്തിൽ ഇസ്രായേലിന് സംഗതി കൊടുത്തിട്ട് അവിടുത്തെ അക്രമം പേരിൽ എല്ലാം എത്രയോ ആൾക്കാരെ കൊന്ന്, എത്ര മനുഷ്യരെ കൊന്നു. ഇതെന്ത് നീതിയുണ്ട്? എന്നിട്ട് അവസാനം പറഞ്ഞത് 2023 ഒക്ടോബർ 7-ാം തീയതിയാണ് മുതലാണ് തുടങ്ങുന്നത് ഫലസ്തീൻ എന്നാണ് ഈ മണ്ട ശിരോമണികൾ പറയുന്നത്. ഇവരൊക്കെ ചിന്ത കണ്ടാൽ നമുക്ക് ലജ്ജ തോന്നണം. ഇത്രയും വികൃതമായ, ഇത്രയും അശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ സഹോദരങ്ങളെന്ന് ചിന്തിക്കണം. 40 മുമ്പുള്ള 2021 ഒക്ടോബർ 7 മുമ്പുള്ള കഥ പറയുന്നില്ല. ഇത് നമ്മൾ വേറെ കാര്യം പറഞ്ഞ ഒരു ബഹം മറിഞ്ഞെന്നറിയോ? ഇസ്രായേൽ നശിപ്പിച്ച പണം ഉണ്ടെങ്കിൽ ഇസ്രായേലിനേക്കാൾ 10 ഇസ്രായേൽ ലോകത്ത് വാങ്ങിക്കാതെ വില കൊടുത്ത് 10 ഇസ്രായേൽ വരിക്കും. അത്രമാത്രം പണം അവർ കത്തിച്ച് കളഞ്ഞു. എത്രയാണ്? എന്നിട്ട് 10,000-50,000 പേരെ കൊല്ലാൻ.
എന്ത് നേടിയില്ല. അപ്പോൾ സംഘപരിവാറിനോട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം ചിന്തിച്ച് സമാധാനമായിട്ട് പോകുന്ന രീതിയിൽ ജനങ്ങളെല്ലാം തുല്യമായി കണ്ടുകൊണ്ട് നിങ്ങൾ ഭരിക്കുക. അത് അധികാരമുള്ള ആവശ്യം, അധികാരം നടത്തട്ടെ. പക്ഷേ രാജ്യനീതി നടപ്പാക്കണമെന്ന് വാജ്പേയി പറഞ്ഞ പോലെ ഞങ്ങൾ പറയാണ്, ഐ എം സർവശ്രേയി എന്ന് അവർ നാമത്തിൽ അറിയുന്ന എനിക്ക് ഹിന്ദു മസ്ദൂർ കിസാൻ പഞ്ചായത്ത് ഗോവയിൽ വെച്ച് തന്ന ഒരു പട്ടമാണ് ഈ സർവശ്രേയി പട്ടം. ആ പട്ടം എന്ന് പറയാൻ നിങ്ങൾ കുറച്ചുകൂടി മാന്യമായിട്ട്, കുറച്ചുകൂടി വിധേയത്വമായിട്ട് അല്ലെങ്കിൽ വിനയമായിട്ട് ചെയ്യുക. നിങ്ങൾ വളരുമോ, നിങ്ങൾ ഭരിക്കുമോ, നമുക്ക് തടസ്സമൊന്നുമില്ല. അതുപോലെ മുസ്ലിം ലീഗോട് നിങ്ങൾക്ക് ബുദ്ധിയുടെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പൊന്ന സുഹൃത്തെ കുഞ്ഞാക്ക, നിങ്ങൾ മുസ്ലിം എന്ന പേര് മാറ്റി വേറെ പേരിൽ നിങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങൾ തല ഉയർത്തി നിന്ന് മുഖം ഉയർത്തി നിന്ന് നെഞ്ച് വീഴിച്ച് പറയാം, ഐ ആം ദ കേരള കോൺഗ്രസ് സ്റ്റേറ്റ് ലീഡർ. അപ്പോൾ നിങ്ങൾക്ക് പറയാമല്ലോ. ഇതിപ്പോൾ നിങ്ങൾ പറയാൻ പറ്റുമല്ലോ. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ പ്രാദേശികമായിട്ടും സാമുദായികമായിട്ടും ചിന്തിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ അവരെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ? അവർ തല ഉയർത്തിയാൽ എന്ത് പറയുന്നത്? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്തുകൊണ്ട് ആ മുസ്ലിം എന്ന വാല് രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കുന്നുണ്ട്? ആ കഷ്ടം പടച്ചവൻ. ഇത് തീപിടുത്തം ഉണ്ടായി, അത് പ്രതിക്ഷോഭമാണെങ്കിൽ അതുപോലെ ഒരു പ്രതിക്ഷോഭം വന്ന് ഈ മണ്ടന്മാർക്ക് ബോധമുണ്ടാകണം, എങ്കിലേ ഇതിൽ നടക്കുള്ളൂ, അല്ലാതെ നടക്കില്ല. അവരുള്ള ബിരിയാണിയും കഴിച്ച് സുഖമായിട്ട് നിൽക്കുകയാണ്, നക്കപ്പിച്ച് അധികം പറ്റി. എത്ര വർഷമായി? മൂന്നാമത് ടൈം വരാൻ പോവാണ്. ഈ നിലക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾ മൂന്നാമത് ടൈം നിങ്ങൾ വരില്ല, നിങ്ങൾ നശിച്ചു പോവും, സമുദായം നശിച്ചു പോവും. അല്ലെ സാത്താൻ പോകുന്ന വഴി നിന്നെ കൊണ്ട് പോകുള്ളൂ പറയുമ്പോൾ നിങ്ങൾ ഈ സമുദായത്തെ കൊണ്ട് പോവുള്ളൂ, ഒറ്റ പോവില്ല. അവിടെയാണ് ഈ സങ്കടം. നിങ്ങൾ ഒറ്റക്കാലൊരു കുഴപ്പമൊന്നുമില്ല സമുദായത്തെ പേരിൽ. അല്ലെ PC ജോർജ് ഇത്രയും സമുദായത്തെ ആക്ഷേപിച്ചിട്ട് മൂക്ക് താഴെ മീശയുള്ള ഈ സമുദായം എന്ത് പ്രതികരിച്ചു? അതിനകത്ത് നാളെ ചെന്ന് വഴക്കുണ്ടാക്കണം, ജോർജ് തല്ലു നല്ല പറഞ്ഞത്. അത് തെറ്റ് ചെയ്ത് ശിക്ഷ അനുഭവിക്കണം, അത് മനസ്സിലാക്കണം. അത് ഒരു വെല്ലരിക്കോ ഉനമം വിഷം വരുന്നു. അതിൽ ഈ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ ഗ്യാങ് എന്താ ചെയ്യുന്നത്? അതിൻ്റെ വക്കീലേക്ക് എന്ത് ചെയ്യുന്നത്? സ്വന്തക്കാരി സാധ്യതയുണ്ടില്ലേ? മലബാർ ഏരിയയിൽ ക്രിസ്ത്യൻ സമുദായത്തെ കുറച്ചുകൂടി വോട്ട് കിട്ടി ഒരു 10-20 സീറ്റ് ഇരിക്കാൻ വേണ്ടിയാണ് ഈ കുഞ്ഞാക്കായും ഒക്കെ ചെയ്യുന്നത്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എനിക്കൊരു ബലമായ സംശയം, അൻവർ സാദത്ത് ആലുവയിൽ 2 ടൈം ടേം കിട്ടുമെന്ന് തോന്നുന്നില്ല. കിട്ടാൻ തന്നെ മലബാറിലേക്ക് എവിടെ ഒരു നോട്ടമുണ്ട്. പകരം ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റിനെ ആലുവയിൽ നിർത്താൻ പിന്നീട് സുധാകരനത്തെ VD സതീശനൊക്കെ പരിപാടി ഉണ്ട്. അക്കാര്യത്തിലൊക്കെ അവർ അഗ്രഗണ്യനാണ്. എൻ്റെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി അവർ അഗ്രഗണ്യമായി എല്ലാവരും സമുദായത്തോ അല്ലെങ്കിൽ നാടില്ലാന്നുള്ളൂ. അതെന്തോ പരിപാടി കുറച്ചാൾക്കാർ കളിക്കേണ്ട സത്ത ഈ അൻവർ സാദത്ത് നാളെന്തോ ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ച് മുസ്ലിം ലീഗ് നിങ്ങളെ പേര് മാറ്റ്. മുസ്ലിം എന്ന പേര് രാഷ്ട്രീയ പാർട്ടി എന്ന് മാറ്റും. മുസ്ലിം എന്ന് മാറി ഞാൻ പറഞ്ഞില്ല. സാംസ്കാരിക സംഘടന എന്ത് കിട്ടോ, രാഷ്ട്രീയ പാർട്ടികളായിട്ട് നിങ്ങൾ തല ഉയർത്തി നിൽക്ക്. നിങ്ങൾ തല ഉയർത്താൻ പറ്റില്ല നിങ്ങൾക്ക്. അവർ സംഘപരിവാർ നിങ്ങൾ ഇനിയും കൊലയും കൊണ്ടാണ് അതിൽ അധികാരം പിടിച്ചെടുക്കാൻ പറ്റില്ല. അത് ഘട്ടം കഴിഞ്ഞു. അത് രാമക്ഷേത്രം പൊളിച്ച് പടതോടി അതിൽ തീർന്നു. ഇനി നിങ്ങൾ ചെയ്യണമെങ്കിൽ ജനങ്ങൾക്ക് ജനോപകാരപ്രദമായി കാര്യങ്ങൾ ഇടപെട്ട് നടത്തിയാൽ മാത്രമേ നടത്താൻ പറ്റൂ. അല്ലാതെ ഇനി ആളെ കൊന്നിടൊന്നും ഭരണം കിട്ടാൻ പോകുന്നില്ല. UP ഇപ്പോൾ നടക്കുന്നില്ലേ കുംഭമേള, മറ്റു കാലമൊക്കെ കുംഭമേളയ്ക്ക് എത്ര കോടി. ഇപ്പോൾ അവിടെ തീ പിടുത്താണെങ്കിൽ അപകടമായി. നമ്മൾ ദുഃഖിക്കുകയാണത്. ആരായാലും ഒരു അപകടം പറ്റാൻ പാടില്ല. നമ്മുടെ സഹോദരങ്ങളാണ് ലോകത്ത് എവിടെയാണെങ്കിലും, ഇന്ത്യയിൽ മാത്രമല്ല. അപ്പം അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.